നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ് പോകുന്നത്. കർദിനാൾ പദവിയിലേക്ക് മറ്റൊരു മലയാളി കൂടി. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണം ഇന്ന് നടക്കും. വത്തിക്കാനിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ചരിത്ര മുഹൂർത്തത്തിന് കാത്തിരിക്കുകയാണ് കേരളവും. ഇന്ത്യൻ സമയം രാത്രി 8:30 കൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഏതാണ്ട് 1.5 മണിക്കൂറോളം സമയം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണിത്. മാത്രവുമല്ല, മറ്റു പലരും ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നുമുണ്ട്. അങ്ങനെ നിരവധിയായ വൈദികർ, പുരോഹിതർ ഒക്കെ ഈ സ്ഥാനാരോഹണം നടത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരെയാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. വൈദികൻ ആയിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇടയൻ കൂടിയായ ജോർജ് ജേക്കബ് കൂവക്കാട് എന്നതാണ് പ്രത്യേകത. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് കീമീസ് കാത്തോലിക്ക ബാവ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര സംഘവും സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വത്തിക്കാനിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോം കുര്യാക്കോസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോം, ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം. പ്രത്യേകിച്ച് ഈ പുരോഹിത ഉയർച്ച അല്ലെങ്കിൽ സ്ഥാനാരോഹണം ഒക്കെ എന്നത് പലപ്പോഴും ഘട്ടം ഘട്ടമായി ഉയർന്ന് പദവികളിലേക്ക് എത്തുന്നുവെങ്കിൽ ഇതിപ്പോൾ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. അതും ഒരു മലയാളി ആണ് അദ്ദേഹം, വൈദികൻ എന്നതും അത് എത്രത്തോളം അഭിമാനകരമാണ്, സന്തോഷം നൽകുന്ന ഒന്നാണ് ക്രിസ്തീയ വിഭാഗത്തെ സംബന്ധിച്ച്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരത സഭയെ സംബന്ധിച്ച്, ഭാരത ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര മുഹൂർത്തത്തിനാണ് വത്തിക്കാൻ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. അതായത് ഒരു വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതൻ. ആ ഒരു പ്രത്യേകതയാണ്, സവിശേഷതയാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ സംബന്ധിച്ചുള്ളത്. അതായത് ഈ ഒക്ടോബർ മാസത്തിലാണ്, ഈ വർഷം ഒക്ടോബർ മാസത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മോൺസിഞ്ഞോർ ആയിരുന്ന ജോർജ് കൂവക്കാടിനെ കർദിനാളായി പ്രഖ്യാപിക്കുന്നത്. അന്ന് അദ്ദേഹം ഒരു വൈദികൻ മാത്രമായിരുന്നു. അതിനുശേഷം 2 ആഴ്ച മുൻപാണ് ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ജോർജ് കൂവക്കാടിനെ ആർച്ച് ബിഷപ്പായി വാഴിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം ആർച്ച് ബിഷപ്പാണ്. അതായത് ഈ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് ഒരു വൈദിക പദവിയിൽ നിന്ന് ഈ ഒരു കർദിനാൾ പദവിയിലേക്ക്, അതായത് ക്രൈസ്തവ സഭയെ സംബന്ധിച്ച്, കത്തോലിക്ക സഭയെ സംബന്ധിച്ച് മാർപ്പാപ്പ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നത പദവി വഹിക്കുന്ന ഒരു ചുമതലയാണ്. അതായത് കർദിനാൾ പദവി എന്ന് പറഞ്ഞാൽ അത്ര ഉന്നതമായിട്ടുള്ള, കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയാണ്. അത്രയും ഒരു പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുന്നു. അതും 51 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പുരോഹിതനെ സംബന്ധിച്ചത് ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്ന് വത്തിക്കാൻ സാക്ഷ്യം വഹിക്കുക. അദ്ദേഹം ഉൾപ്പെടെ 21 പേരെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. ഇന്ന് രാത്രി 8:30, അതായത് ഇന്ത്യൻ സമയം 8:30, വത്തിക്കാൻ സമയം വൈകിട്ട് 4 മണിക്കാണ് വത്തിക്കാനിൽ ഈ ചടങ്ങ് നടക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള വിവിധ പുരോഹിതന്മാർ, മെത്രാന്മാരും വൈദികരും അടങ്ങുന്ന സംഘം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചങ്ങനാശ്ശേരി അതിരൂപത അംഗം എന്ന നിലയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള നിരവധി വൈദികർ, ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉൾപ്പെടെയുള്ളവരും ഇന്നത്തെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നാളെ രാവിലെ 9:30 നിലവിലുള്ള കർദിനാൾമാരും പുതിയതായി ചുമതല ഏറ്റെടുക്കുന്ന കർദിനാൾമാരും മാർപ്പാപ്പയ്ക്കൊപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവും ഈ വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരാകുന്നുണ്ട്. സീറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സീറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ തുടങ്ങിയവരും ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനായി കഴിഞ്ഞ ദിവസം തന്നെ വത്തിക്കാനിലെത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും കേരളത്തിൽ നിന്നുള്ള വിവിധ ജനപ്രതിനിധികളും കേരള കത്തോലിക്ക സഭയിൽ നിന്നുള്ള
വിവിധ പ്രതിനിധികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വത്തിക്കാനിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി 1.5 പതിറ്റാണ്ടായി വത്തിക്കാനിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള അംഗമായിരുന്നെങ്കിൽ പോലും അദ്ദേഹം പഠന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വത്തിക്കാനിൽ എത്തുന്നത്. പിന്നീട് 2006 മുതലുള്ള കാലയളവിൽ വത്തിക്കാനിലായിരുന്നു അദ്ദേഹത്തിന്റെ സേവനം. ആ കാലയളവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശയാത്രകൾ, അതായത് 2020 മുതലുള്ള കാലയളവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശയാത്രകൾ സംഘടിപ്പിക്കുന്നതിന് ചുമതല മോൺസിഞ്ഞോർ ആയിരുന്ന ജോർജ് കൂവക്കാടനായിരുന്നു. അന്ന് മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ജോർജ് ആ വലിയൊരു അടുപ്പം, വ്യക്തിബന്ധം, അത് തന്നെയാണ് ഈ ഒരു ഉന്നതമായ പദവിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നതിലും നിർണായകമായത്. അതായത് അദ്ദേഹത്തിന്റെ ഒരു കഴിവ്, നയതന്ത്ര ബന്ധങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വിശുദ്ധപൂർണമായിട്ടുള്ള ജീവിതം, ഇതൊക്കെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഏറെ സ്വാധീനിച്ചത്. അദ്ദേഹം ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ കേരള സഭയെ സംബന്ധിച്ച്, ഭാരത സഭയെ സംബന്ധിച്ചത് ഒരു ചരിത്ര മുഹൂർത്തമായി മാറുന്നു. അതായത് നിലവിൽ കേരളത്തിൽ നിന്ന് 2 കർദിനാൾമാർ ആണ് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയും ബസേലിയോസ് ക്ലീമിസ് കാതോലിക്കാമാവയ, ഈ 2 കർദിനാൾമാരാണ് നിലവിലുണ്ടായിരുന്നെങ്കിൽ മൂന്നാമതൊരു കർദിനാൾ പദവിയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരാൾ കൂടി വരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം പരിശോധിച്ചത് നമുക്കറിയാം. അദ്ദേഹം ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സ്വദേശിയാണ്. 1973 അദ്ദേഹത്തിന്റെ ജനനം. പിന്നീട് അദ്ദേഹം വൈദിക പഠനത്തിന് പോകുന്നു. പിന്നീട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2006 വത്തിക്കാനിലേക്ക് അദ്ദേഹം പോകുന്നത്. പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠന കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വത്തിക്കാനിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഡോക്ടറേറ്റ് എടുക്കുന്നു. പിന്നീട് കഴിഞ്ഞ കുറെ കാലങ്ങളായി അദ്ദേഹം വത്തിക്കാനിൽ പ്രവർത്തിക്കുകയായിരുന്നു. 2009 മുതൽ 2012 വരെയും ദക്ഷിണ കൊറിയയിലും 2012 മുതൽ ഇറാനിലും വത്തിക്കാന്റെ പ്രതിനിധിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2012 മുതൽ ഇറാനിൽ വത്തിക്കാൻ സെക്രട്ടറി ആയി സേവനമനുഷ്ഠിച്ചിരുന്നു. 2014 വരെയും അദ്ദേഹം വിവിധ രാജ്യങ്ങളില് ന്യൂഷോ ആയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ചരിത്രം കൂടി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു